നമസ്കാരം. ഇന്നത്തെ വിഷയം കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ എന്നുള്ള വിഷയമാണ്. നമുക്കേറെ പരിചയമുള്ളൊരു വാക്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന വാക്ക്. അപ്പോൾ എന്താണ് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഓൺഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലേ? ഒരു കൂട്ടം ആളുകളാണ്, അല്ലെങ്കിൽ അതിനകത്ത് നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ ബാങ്കിനെ റൺ ചെയ്യുന്നത്. ലാഭത്തിന്റെ വിഹിതം ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അല്ല എങ്കിൽ ചെറിയ ചെറിയ പദ്ധതികളുമായിട്ട് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ മുന്നോട്ട് വരുന്നതാണ് സാധാരണ രീതിയിൽ കാണുന്നത്. അപ്പം കോപ്പറേറ്റീവ് ബാങ്ക്സ് ബാക്കിയുള്ള ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കൂട്ടമാണ് പലപ്പോഴും ഇത്തരം ബാങ്കുകളുടെ ഓണേഴ്സ്, അല്ലാതെ ഗവൺമെന്റ് അല്ല, അല്ലാതെ ചിലപ്പോഴൊക്കെ കാണുന്നത് പോലെ പ്രൈവറ്റ് സെക്ടറും അല്ല. എ കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ എൻറ്റിറ്റി വിച്ച് ബിലോങ്സ് ടു ദ മെമ്പേഴ്സ് ഹു ആർ അറ്റ് ദ സെയിം ടൈം ദ ഓണേഴ്സ് ആൻഡ് ദ കസ്റ്റമേഴ്സ് ഓഫ് ദ ബാങ്ക്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താന്ന് ചോദിച്ചാൽ, കസ്റ്റമേഴ്സ് തന്നെയാണ് അതിന്റെ ഷെയർ ഹോൾഡേഴ്സും, ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഓണേഴ്സും, ലാഭത്തിന്റെ വിഹിതം അവരാണ്, അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയാണ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പം ഓഫൺ ക്രിയേറ്റഡ് ബൈ പേഴ്സൺസ് ബിലോങ്ങിങ് ടു ദ സെയിം ലോക്കൽ ഓർ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി. നമ്മുടെയൊക്കെ പരിസരത്താണല്ലേ ചിലപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉള്ളത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത്. അത് നമ്മുടെ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റിയാവാം, ചിലപ്പോൾ ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ചേർന്നിട്ടാകാം കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, ചെറിയ ചെറിയ ബാങ്ക് ഇടപാടുകളൊക്കെ സാധ്യമാക്കി കൊടുക്കുക എന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ പ്രത്യേകത. Cooperative banks has to be registered under Cooperative Societies Act of 1912 അതിപ്പം and governed by the Banking Regulations Act of 1949 and Banking Law Act of 1965. അപ്പോൾ ഈ നിയമങ്ങളുടെ ഒക്കെ പരിധിക്കകത്ത് വരുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓണേഴ്സ് ചേർന്നാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇനി ഇതാണ് നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം, സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ തലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഒരു 3 ടയർ സിസ്റ്റമാണ് നമുക്ക് നിലവിലുള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും താഴെത്തട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് നമ്മൾ കാണുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അല്ലെങ്കിൽ PCS എന്നതാണ്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി റൂറൽ വില്ലേജസിലും ഉണ്ട്, ടൗണിലും ഉണ്ട്. ഇനി ഇതിന് തൊട്ട് മുകളിലായിട്ട്, അല്ലെങ്കിൽ ഇവരെ മേൽനോട്ടം വഹിക്കുന്നതാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഇതിന് തൊട്ട് മുകളിലായിട്ട്, അതിനും മുകളിലായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ഒരു പ്രസ്ഥാനം കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ 3 ടയർ സിസ്റ്റം, അല്ലെങ്കിൽ 3 ടയർ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ, വി ഹാവ് അറ്റ് ദ ലോവർ ലെവൽ എന്താണ് നമുക്കുള്ളത്? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കുറച്ചും കൂടെ മിഡിൽ ലെവലിൽ നമുക്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനേക്കാൾ മുകളിലായിട്ട് നമുക്ക് ഉള്ളത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ക്രമാതീതമായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ്. സാധാരണ കർഷകർ മുതൽ സാധാരണ ആളുകളുടെ വരെയുള്ള കൂട്ടായ്മകളാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് കാണുന്നത്. അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും അതിന്റെ ഓണേഴ്സ് തന്നെയാണ്. അവർ ചെറിയ തുക ഇവിടെ നിക്ഷേപിക്കും, അവർക്ക് അല്ലാതെ ഡെപ്പോസിറ്റുകൾ ഉണ്ടാകാം. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള ഉടമസ്ഥ അവകാശം കിട്ടുന്നുണ്ട്. ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണസമിതിയാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങളാണ്, നടക്കുന്ന കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളുമാണ്, അല്ലേ? ഇനി ഇത് കൂടാതെ തന്നെ ചിലപ്പോഴൊക്കെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓണം, ക്രിസ്മസ് തുടങ്ങിയ ചില കാലയളവിൽ വിതരണത്തിന്റെ ചില അവകാശങ്ങളും ഏറ്റെടുക്കാറുണ്ട്. ചില പൊതുസാധനങ്ങൾ വിപണിയിലേക്ക് കൊണ്ടുവരിക, മാർക്കറ്റ് ചെയ്യാനായിട്ടൊക്കെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചുക്കാൻ പിടിക്കുന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഏരിയയിൽ ഉണ്ടാകാം, കുറെ ആളുകളുടെ ഇടയിൽ ഒരു പ്രൈമറി കോപ്പറേറ്റീവ്
ക്രെഡിറ്റ് സൊസൈറ്റികളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒരു ഗ്രേഡ് കൂടെ മുകളിൽ നിൽക്കുന്നതാണ് സെൻട്രൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കഴിവതും ഒരു ജില്ലയിൽ ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ചേർന്ന് മേൽനോട്ടം വഹിക്കുന്നതാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് സൂപ്പർവൈസസ് ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. മറ്റേ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവരും ചെയ്യുന്നുണ്ട്. ലോൺ കൊടുക്കുന്നുണ്ട്, അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സും ചെയ്യുന്നുണ്ട്. ഞാൻ ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ഒരു സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നതാണ് മൂന്നാമത്തെ തട്ടിലായിട്ടുള്ളത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രത്യേകത സ്റ്റേറ്റിൽ ഒന്നേ ഉള്ളൂ. എല്ലാ ജില്ലാ ബാങ്കുകളെയും എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളെയും ചേർന്ന് ഭരിക്കുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹെഡാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പം ഇവരാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വാക്ക്. അപ്പം അതിനകത്ത് തന്നെ ചില സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ചിലരത്ത് ഒരു രീതിയിലും മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനെയും മേൽനോട്ടം വഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളാണ് പ്യുവർ സ്റ്റേറ്റ് ബാങ്ക് എന്നും. മിക്സഡ് സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവര് മേൽനോട്ടം വഹിക്കുന്നതിനൊപ്പം തന്നെ മെമ്പർഷിപ്പും പ്രാഥമിക മെമ്പർഷിപ്പുകളും കൊടുക്കുന്നുണ്ടെങ്കിൽ മിക്സഡ് സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ബാങ്കിനെയും ഈ പറയുന്ന താഴെത്തട്ടിലുള്ള ബാങ്കുകളെയും ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു ധർമ്മമാണ് ഇവർ ചെയ്യുന്നത്. താഴെത്തട്ടിലുള്ള ബാങ്കുകളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഡിസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നോ പ്രൈമറി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നത് ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇവരിത് കൂടാതെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഒക്കെ സാധാരണ ബാങ്കിന്റെ താഴെത്തട്ടിലുള്ള ബാങ്കുകൾക്ക് കൊടുക്കുന്നു. ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു, ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ രീതിയിലും സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെ തന്നെ കേരള ഗവൺമെന്റുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ പല അക്കൗണ്ടുകളും കൈവശം വെക്കുന്നതായിട്ടൊക്കെ കാണാം. അപ്പം 3 ടയർ സിസ്റ്റം ആണെന്ന് മാത്രം നമ്മളിവിടെ ഓർത്താൽ മതി. ഏറ്റവും താഴെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിനേക്കാൾ മുകളിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന 3 തലങ്ങളിലായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഗരങ്ങളിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല അറിയപ്പെടുന്നത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നഗരങ്ങളിലെ ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അല്ലാതെ ഗ്രാമങ്ങളിലെ പോലെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. പക്ഷെ പ്രവർത്തനങ്ങളും ഫംഗ്ഷൻസും എല്ലാം സെയിം തന്നെയാണ് എന്നത് മാത്രം ഓർമ്മയിലിരുന്നാൽ മതി. ഇപ്പൊ നഗരങ്ങളിൽ വരുമ്പോൾ ഏറ്റവും ബോട്ടം ലെവലിൽ പ്രവർത്തിക്കുന്നതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പം ആ 3 ടയർ സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. താങ്ക് യു.